നിന്റെ യൗവനം, ഉറക്കെ പറ, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി. നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യം അല്ലേ? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അപ്പോ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് മനോഹരമായി പ്രതിപാദിക്കുകയാണ് എങ്ങനെ ആത്മീകമായി യൗവനം നിലനിർത്താം. അതിന് മനോഹരമായി കണ്ടെത്തുന്ന പക്ഷി ആരാണ്? കഴുകൻ. എന്താ കഴുകന്റെ ഇംഗ്ലീഷ് പേര്? എന്താണ്? ഈഗിളോ? ഞങ്ങളുടെ നാട്ടിൽ ഈഗിള് പരുന്താ, വൾച്ചർ അല്ലേ? വൾച്ചർ. ഞാനും ഈ അടുത്ത കാലത്താണ് ഒരു കൂട്ടമായി ഒരു 100 കഴുകനെ ഒരുമിച്ച് കണ്ടത്. കണ്ടപ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുമോ? തത്തയെ കണ്ടാൽ ഇഷ്ടമാണ്, പ്രാവിനെ കണ്ടാൽ ഇഷ്ടമാണ്, പക്ഷെ കഴുകനെ കണ്ടാലോ? പരുന്തിനെയും ഇഷ്ടമാണ്, പക്ഷെ കഴുകനെ കണ്ടാൽ ഒരു തരത്തിൽ ഇഷ്ടപ്പെടില്ല. കാരണം ഈ അടുത്ത സമയത്ത് പാഴ്സികളുടെ ഒരു സംസ്കാര ശുശ്രൂഷയിൽ ഞാനൊന്ന് പങ്കെടുത്തു. ബാംഗ്ലൂരിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതിൽ ഞാൻ ആ അടക്കത്തിന് സംബന്ധിച്ചു. ഇവർ വീട്ടിലെ അവരുടെ ശുശ്രൂഷകൾ നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയാണ്, അവരുടെ ആചാരക്രിയകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഈ മൃതശരീരം കൊണ്ട് അവർ ഒരു പ്രത്യേക സ്ഥലത്ത് വരും. അതിങ്ങനെ കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. പാഴ്സികളുടെ ശ്മശാനമാണ്. അവിടെ കൊണ്ടുവന്ന് ഈ ഭൗതിക ശരീരത്തെ അവർ കിടത്തിയിട്ട് അവരങ്ങ് പോകും. എന്താ ചെയ്യുന്നറിയാമോ? അല്പസമയം കഴിയുമ്പോൾ കഴുകൻ വന്ന് ഈ ശരീരം മുഴുവൻ കൊത്തിവലിക്കും. അവരുടെ വിശ്വാസം എന്താണെന്നറിയാമോ? മരിച്ച ശേഷമാണെങ്കിൽ പോലും ഉപകാരിയായി മരിക്കണം. ഉപകാരിയായി മരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ്, ആഹാരം ഇല്ലാതിരിക്കുന്ന ഒരു പക്ഷിയാണെങ്കിൽ പോലും അതിന് നിന്റെ ശരീരം ആഹാരമായി കൊടുക്കണം. അത്ര ഉപചാരപൂർവമായിട്ടാണ് ഈ പാഴ്സികളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഇങ്ങനെ അവിടെ വെച്ചിട്ട് പോയി കുറേയേറെ കഴുകന്മാരെ കൊണ്ട് കൂടി ഇത് കൊത്തി വലിച്ച് 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 ഭക്ഷിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ട് ഈ കഴുകനെന്ന പക്ഷിയെ നമുക്ക് ഒരു പരിധി വരെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവനവന്റെ മനോഗതി ആവട്ടെ. എനിക്ക് ഇഷ്ടമല്ല ഈ വൾച്ചർ എന്ന പക്ഷി. പക്ഷേ ഒരുപാട് പ്രത്യേകതയുള്ള പക്ഷിയാണ് ഈ കഴുകൻ. കഴുകന്റെ ആയുസ്സിനെ പറ്റി പറയുന്നത് എത്ര വയസ്സാണ്? 120 വർഷം ആയുസ്സുള്ള പക്ഷിയാണ് ഏത്? കഴുകൻ. 120 വർഷം ആയുസ്സുള്ള പക്ഷിയാണ് കഴുകൻ. ഓ, ഈ ആയുസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിലോ? പറ, കിട്ടിയിരുന്നെങ്കിലോ? ഒരു മനുഷ്യനെ ഭയങ്കര ആഗ്രഹം, ഒരുപാട് നാള് ജീവനോടിരിക്കണം, മരിക്കരുത്. നിങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമാണോ? മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമാണോ എന്ന്? അല്ല, ആർക്കും ഇഷ്ടമല്ല. ഇതുപോലെ ഒരു മനുഷ്യന് ഒരുപാട് നാൾ ജീവനോടിരിക്കണമെന്ന്, ആയുസ്സോടിരിക്കണമെന്ന് ആഗ്രഹം. അദ്ദേഹം മോശ എടുത്ത് ചെന്നു. ആരുടെ അടുത്ത? മോശയുടെ അടുത്ത് ചെന്നു. അപ്പൊ മോശയ്ക്ക് ഈ പക്ഷികളുടെ ഒക്കെ ഭാഷ നല്ലപോലെ അറിയാം, പക്ഷികളുടെയും മൃഗങ്ങളുടെ ഒക്കെ ഭാഷ അറിയാം. അപ്പോൾ മോശയോട് പറഞ്ഞു, എനിക്ക് ആയുസ്സോടൊക്കെ ഇരിക്കണം, അതുകൊണ്ട് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയണം, അതുകൊണ്ട് എനിക്ക് ഈ പക്ഷികളുടെ മൃഗങ്ങളുടെ ഒക്കെ ഭാഷ ഒന്ന് പഠിക്കണം. മോശ പറഞ്ഞു, നമുക്കറിയാം ഈ പക്ഷികളുടെ മൃഗങ്ങളുടെ ഒക്കെ ഭാഷ. പരിമള തിരുമേനിക്ക് പക്ഷികളുടെ ഭാഷ അറിയായിരുന്നു, പാമ്പാടി തിരുമേനിക്ക് പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു. നമ്മുടെ സഭയിലെ പിതാക്കന്മാരുണ്ടായിരുന്നു കേട്ടോ, ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെ ഒക്കെ ഭാഷ അറിയാവുന്നവര്. അപ്പോൾ മോശ പറഞ്ഞു, അത് വലിയ അപകടകരമായ കാര്യമാണ് ഇതിൻ്റെയൊക്കെ ഭാഷ പഠിക്കുന്നത്. അതറിഞ്ഞാൽ നിനക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഈ മനുഷ്യൻ നിർബന്ധിച്ചില്ല, എനിക്ക് പഠിച്ചേ പറ്റൂ. അങ്ങനെ മോശ ഈ മനുഷ്യനെ പക്ഷികളുടെയും മൃഗങ്ങളുടെ ഒക്കെ ഭാഷ പഠിപ്പിച്ചു. അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ആ മനുഷ്യൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും കോഴിയും തമ്മിൽ ഭയങ്കര വഴക്കാണ്. എന്താ? ഇപ്പം ഇദ്ദേഹത്തിന് ഭാഷ അറിയാമല്ലോ, ഭയങ്കര വഴക്കാണ്, ഭയങ്കര വഴക്ക്. അപ്പം ഇദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. വഴക്ക് എന്താണ്? എന്തിനാണെന്നറിയാമോ?
ഒരു ചെറിയ ഒരു മാംസ കഷ്ണത്തിന് വേണ്ടിയാണ് ഈ കോഴിയും നായുടെ വഴക്കുണ്ടാക്കുന്നത്. സമാനം ഈ കോഴി പറഞ്ഞു കൊടുക്കുക, ഇപ്പോൾ ഞാൻ ഈ മാംസ കഷ്ണം കഴിക്കട്ടെ, ഒരു കാര്യം ചെയ്യ്, നിനക്കൊരു സന്തോഷ വാർത്ത പറയാം, നാളെ നമ്മുടെ യജമാനന്റെ കുതിര ചത്തുപോകും, അതുകൊണ്ട് അത് ചത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ മാംസം കിട്ടുമല്ലോ. ഈ യജമാനൻ ഇത് കേട്ടുകൊണ്ടിരിക്കുക, ഭാഷ അറിയാവുന്നതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ കിട്ടിയ വിലയ്ക്ക് ആരെ വിറ്റു? കുതിരയെ വിറ്റു. കുതിര പോയി, കുതിര ചത്തും പോയി. പിറ്റേ ദിവസം വീണ്ടും ഈ മനുഷ്യൻ കേൾക്കുകയാണ്, പറഞ്ഞു നമ്മുടെ യജമാനൻ ആ കുതിരയെ വിറ്റു, കുതിര ചത്തും പോയി, എനിക്ക് മാംസം കിട്ടിയില്ലല്ലോ. ഉടനെ ഈ കോഴി പറയാ, നാളെ നമ്മുടെ യജമാനന്റെ കഴുത ചത്തുപോകും, അതുകൊണ്ട് ആ കഴുത എത്താൽ നിനക്ക് ഒരുപാട് മാംസം ഭക്ഷിക്കാം. ഇത് കേട്ട യജമാനൻ എന്ത് ചെയ്തു? കഴുതയും വിറ്റു, കഴുതയും ചത്തുപോയി. മൂന്നാം ദിവസം യജമാനൻ കേൾക്കുക, പറയാ, വീണ്ടും എനിക്ക് ആഹാരം കിട്ടുമെന്ന് വിചാരിച്ചു, മാംസം കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ലല്ലോ. ഉടനെ ഈ കോഴി പറയാ, നാളെ നമ്മുടെ യജമാനൻ മരിച്ചു പോകും. യജമാനൻ മരിച്ചു പോയാൽ യജമാനൻ അടക്കമുണ്ട്, അടക്കത്ത് ഒരുപാട് പേര് വരും, അവർക്കെല്ലാം ആഹാരം ഉണ്ടാക്കണം, നിനക്ക് ഇഷ്ടം പോലെ ആഹാരം കിട്ടും. യജമാനൻ ഓടി. എങ്ങോട്ടാ? മോശയുടെ ഓടി പറഞ്ഞു, മോശയെ, ഏറെ പ്രതിസന്ധിയാ, ഞാൻ മരിച്ചു പോകും. ഈ ഭാഷയിൽ കോഴി പറയുകയാണ്, ഞാൻ മരിച്ചു പോകും. സത്യത്തിൽ എൻ്റെ കഴുതയും ചത്തു, എൻ്റെ കുതിരയും ചത്തു. മോശ പറയുകയാണ്, നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഇന്ന് മരിക്കണം. എന്ത് ചെയ്യണം? നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഇന്ന് മരിക്കണം. എങ്ങനെയാ മരിക്കേണ്ടത്? മോശ പറഞ്ഞു കൊടുക്കുകയാണ്, നീ പാപത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നീ മരിക്കും, നീ പാപമില്ലാതിരിക്കുവാണെങ്കിൽ നീ ജീവിക്കും. ഞാൻ പറഞ്ഞത്, ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മരുന്നാണ്. പാപമുണ്ടെങ്കിൽ ഞാൻ മരിക്കും, പാപമില്ല എങ്കിൽ ഞാൻ ജീവിക്കും. അതുകൊണ്ട് നമ്മളുടെ പാപത്തെ നാം ഇന്ന് കൊല്ലണം. അതാണ് മോശ പറഞ്ഞു കൊടുത്ത മരുന്ന്. ഇടയ്ക്ക് പറയുന്നേ ഉള്ളൂ. അപ്പം കഴുകന് 120 വയസ്സാണ് പ്രായം. എന്തൊരു ആയുസ് ദൈർഘ്യം അല്ലയോ? എന്താണ് പ്രിയപ്പെട്ടവരെ കഴുകന്റെ പ്രത്യേകത? നമുക്കറിയാം, 20 വയസ്സ് വരെയാണ് ഈ കഴുകന്റെ യൗവനം എന്ന് പറയുന്നത്. എത്ര വയസ്സാണ്? 20 വയസ്സ് വരെയാണ് കഴുകന്റെ യൗവനം. കഴുകന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയാണ്, മഴമേഘങ്ങളെ മുറിച്ചു കടക്കുവാൻ പ്രാപ്തിയുണ്ട്. ആർക്ക്? കഴുകന്. സാധാരണ പക്ഷികൾ മഴമേഘങ്ങൾ കണ്ടാൽ, പ്രത്യേകിച്ച് ദേശാടന പക്ഷികൾ മഴമേഘങ്ങൾ കണ്ടാൽ എവിടെയെങ്കിലും അത് സറണ്ടർ ചെയ്യും, അതിനെ സേഫായി സൂക്ഷിക്കുവാനായിട്ട് അത് കീഴടങ്ങും. എന്നാൽ മഴമേഘങ്ങളെ ഭേദിച്ചു പറക്കുവാൻ ത്രാണിയുള്ള പക്ഷിയാണ് കഴുകൻ. 2000 അടി ഉയരത്തിൽ പറക്കുവാൻ ത്രാണിയുള്ള പക്ഷിയാണ് കഴുകൻ. 2000 അടി നിസ്സാരപ്പെട്ട ദൈർഘ്യമൊന്നുമല്ല. 2000 അടി ഉയരത്തിൽ പറക്കുവാൻ പ്രാപ്തിയുള്ള പക്ഷി. 3, എത്ര ഉയരത്തിൽ പറന്നാലും താഴെയുള്ള ഇരകളെ കൃത്യമായി കാണുവാൻ പ്രാപ്തിയുള്ള പക്ഷി. അവസാനം പാറകൾക്കിടയിൽ കൂടുവെക്കുന്ന പക്ഷിയാണ് കഴുകൻ. പാറകൾക്കിടയിൽ കൂട് കൂട്ടുന്ന പക്ഷിയാണ് കഴുകൻ. ഇങ്ങനെ 4-5 പ്രത്യേകതകൾ കഴുകനുണ്ട്. ഇനി എന്താണ് കഴുകന്റെ യൗവനം? ഞാൻ പറഞ്ഞല്ലോ, 20 വയസ്സ് വരെയാണ് കഴുകന്റെ യൗവനം. എങ്ങനെയാണ് കഴുകൻ തന്റെ യൗവനം പുതുക്കുന്നത്? നമ്മളെപ്പോലെ കോസ്മെറ്റിക് ഒന്നും ഇട്ടല്ല പോകുന്നത്. ആ കുഞ്ഞ് ഓടിക്കളിച്ചോട്ടെ, ആരും അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കിക്കോ, ഓടിക്കളിച്ചോട്ടെ, കുഴപ്പമില്ല, അതിന്റെ പള്ളി അത് ഓടിക്കോട്ടെ. എങ്ങനെയാണ് കഴുകൻ തന്റെ യൗവനം പുതുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഭാരമുള്ള എനിക്ക് ഈ ശരീരമൊന്ന് കുറയ്ക്കാൻ എന്തോ ഒരു പാടാ. പക്ഷെ അവിടെ കഴുകൻ വ്യത്യസ്തനാവുകയാണ്. കഴുകൻ ഇതുപോലെ മാംസങ്ങളൊക്കെ ഭക്ഷിച്ച് വളരെ വീർത്ത് നടക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കഴുകൻ വരും. ഈ സമയം കഴുകൻ എന്ത് ചെയ്യാൻ അറിയാമോ? അതിന്റെ താമസം അതിന്റെ കൂട്ടിലേക്ക് മാറ്റും. എവിടെ കൂട്? പാറക്കെട്ടുകളിലാണ് അതിന്റെ കൂട്. ഈ കൂട്ടിൽ ചെന്നിട്ട് കഴുകൻ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി, കഴുകൻ അതിന്റെ ചുണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറപ്പുറത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഉരച്ച് നല്ലോണം അതിന്റെ ചുണ്ട് ഷാർപ്പൺ ചെയ്യും. ഈ ചുണ്ട് ഷാർപ്പൺ ചെയ്തിട്ട്
കഴുകൻ ആ ചുണ്ടുകൊണ്ട് അതിന്റെ മുഴുവൻ തൂവലും കൊത്തിക്കളയും. ശരീരത്തിലെ മുഴുവൻ തൂവലുകളും കഴുകൻ കൊത്തിക്കളയും. രണ്ടാമത് ഈ കഴുകൻ ചെയ്യുന്നത് അതിന്റെ കാലിലെ നഖങ്ങൾ മുഴുവൻ ഈ പാറയിൽ അടിച്ച് ഊരിക്കളയും. ചുണ്ടു കൂർപ്പിച്ച് തൂവല് മൊത്തം കൊത്തിക്കളഞ്ഞ് പാറയിൽ അടിച്ചടിച്ച് അതിന്റെ നഖങ്ങൾ മുഴുവൻ അത് ഊരിക്കളയും. അവസാനം വെയിലുദിക്കുമ്പോ ഈ പാറപ്പുറത്ത് ഈ കഴുകൻ തൂവലില്ലാതിരിക്കും. 10-40 ദിവസം കഴിയുമ്പോൾ ഈ ശരീരത്തിൽ മുഴുവൻ നെയ്കളും ഉരുകി ഉരുകി പോയി 20-ാം വയസ്സിൽ കഴുകന്റെ യൗവനം എങ്ങനെയാണോ, കൃത്യം 40-ാം ദിവസം കഴുകൻ തന്റെ യൗവനം തിരിച്ചു പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? കൃത്യം 40-ാം ദിവസം കഴുകൻ തന്റെ യൗവനം തിരികെ പിടിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മുടെ നോമ്പുകൾ, പ്രത്യേകിച്ച് വലിയ നോമ്പ് 40 ദിവസമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന്റെ യൗവനം തിരിച്ചു പിടിക്കാൻ പറ്റിയ നാളുകളാണ് നോമ്പിന്റെ കാലയളവ്, പ്രത്യേകിച്ച് വലിയ നോമ്പിന്റെ കാലയളവ്. അജീർണതകൾ, ജീർണതകൾ എല്ലാം മാറ്റി നമ്മെ കോട്ടിക്കളയുന്ന ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളെയൊക്കെ അടക്കി ഒരു കഴുകനെ പോലെ യൗവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു വലിയ പ്രബോധനമാണ് ദാവീദ് ഈ 103-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്നലെയുടെ ദുഃഖങ്ങൾ ഓർത്ത് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. ഇന്നലെയുടെ സങ്കടങ്ങൾ ഓർത്ത് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. ഇന്നലെയുടെ പാപങ്ങൾ ഇന്നും ആവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് ഒരു യൗവനം നാം തിരികെ പിടിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഒരു ക്രൈസ്തവന് ആത്മീകമായ യൗവനം തിരിച്ചു വരുന്നത്? പിന്നെ എങ്ങനെയാണ് ഒരു ക്രൈസ്തവന് അവന്റെ ആത്മീക വസന്തകാലമായ യൗവനം തിരികെ പിടിക്കുവാൻ കഴിയുന്നത്? ഒരു കുരുവി അതിന്റെ കൂട് മുഴുവൻ നശിച്ചുപോയി, തീ വെച്ച് നശിപ്പിച്ചു. ആ കുരുവി ഒരു മരച്ചില്ലിൽ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. രാത്രി മുഴുവൻ ആ മരച്ചില്ലിൽ അങ്ങനെ ഇരുന്ന് പ്രഭാതമായപ്പോ ഈ കുരുവി പാട്ടുപാടാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു കുരുവി ചോദിച്ചു, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും നിനക്കെങ്ങനെയാണ് പാടാൻ പറ്റുന്നത്? നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും നിനക്ക് എങ്ങനെയാണ് പാടാൻ പറ്റുന്നത്? കുരുവി പറയാ, ഞാൻ ഇന്നലെയുടെ പരാജയങ്ങളെ ഓർത്തല്ല പാടുന്നത്. ഇന്നിൽ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ള ബോധ്യതയോടുകൂടിയാണ് ഞാൻ പാടുന്നത്. ഇന്നലെയുടെ പരാജയങ്ങളെ ഓർത്തല്ല. ക്രൈസ്തവ ജീവിതത്തിന്റെ അപജയം എന്ന് പറയുന്നതും ഇന്നലെയുടെ പരാജയങ്ങളും ഇന്നലെയുടെ പാപങ്ങളും ഓർത്ത് നാം ഇന്നതിൽ ജീവിക്കുന്നതാണ്. എന്നാൽ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് ആത്മീകമായൊരു വസന്തം, ആത്മീകമായൊരു യുവത്വം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം. സ്വാമി വിവേകാനന്ദനെ നമുക്കറിയാമായിരിക്കും അല്ലേ? സ്വാമി വിവേകാനന്ദനെ അറിയാമോ? അനേകായിരം ചെറുപ്പക്കാരെ തന്റെ ചുരുങ്ങിയ പ്രസംഗങ്ങളിൽ, പ്രത്യേകിച്ച് ചിക്കാഗോയിൽ നടന്ന മഹാസമ്മേളനത്തിലെ പ്രസംഗങ്ങളിൽ അനേക ചെറുപ്പക്കാരെ ആകർഷിച്ച ഒരു വിപ്ലവ നായകനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. സാത്വികനായ മനുഷ്യനാണ് അല്ലേ? ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പള്ളികളുടെ അവസ്ഥയും ഏറെ പരിതാപകരമാണ് അല്ലേ? ചെറുപ്പക്കാർ പള്ളിയിലുണ്ടോ? ഉറങ്ങിയോ? ചെറുപ്പക്കാർ പള്ളിയിലുണ്ടോ? ഉണ്ടേ തന്നെ എന്ത് ചെയ്യുമായിരിക്കും? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആദ്യത്തെ വാഴ്വ് കൊടുക്കുമ്പോൾ, ആദ്യത്തെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം എൻ്റെ പള്ളി തന്നെയാണ്, ഏകജാതനായ പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവ്, ഞാൻ ആ നോട്ടത്തിൽ എല്ലാവരും സ്കാൻ ചെയ്യും. പള്ളിയുടെ പോർച്ചിൽ
ഈ ആദ്യ ഫലങ്ങൾ കൊണ്ട് വെക്കാൻ വേണ്ടി ഒരു ഡെസ്ക് ഇട്ടുണ്ട്. അവിടെ ട്രസ്റ്റിക്കോ സെക്രട്ടറിക്ക് ഇരിക്കുന്ന കസേരയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ആദ്യത്തെ വാഴുവിന് അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടതാ. ആദ്യത്തെ വാഴുവിന് അവിടെ ഇരിക്കുന്ന കണ്ടു. രണ്ടാമത്തെ വാഴ് വലിയവൻ രക്ഷിതാവുമായ യേശു മിശിഹാ ദൈവത്തിന്റെ കൃപ പറഞ്ഞപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ കൊളുത്തുപോലെ കുനിഞ്ഞായിരിക്കുന്നേ. വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവന്നപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. സേലൂൻ ബെസ്ലോം മഹാനു ഹബീബായിൻ വാത്സല്യ സഹോദരൻ പറഞ്ഞപ്പോൾ പകുതിയായി പുള്ളി എണ്ണിട്ട് എത്തിക്കുത്തി നോക്കുന്നു, എന്താ വായെന്ന്. നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ. ആത്മീയതയോടോ ദൈവത്തോടോ ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും അവസ്ഥ ഇതാണ്. +2 കഴിഞ്ഞാൽ വളരെ വേഗം ഇന്ത്യ വിടണം, പിന്നെ അപ്പം വേണ്ട, അമ്മ വേണ്ട. ഞാനും നിങ്ങളൊക്കെ എങ്ങനെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടേക്കുക, 2 നില വീടും. ഞാൻ ഇതെന്റെ പള്ളിക്കാരന് പറഞ്ഞു, അച്ചായ എത്ര ഏക്കർ കണ്ടമുണ്ട്? 15 ഏക്കർ കണ്ടമുണ്ട്. എത്ര ഏക്കർ പുരയിടമുണ്ട്? 1.5 ഏക്കർ പുരയിടമുണ്ട്. എവിടെയൊക്കെ വീടുണ്ട്? എറണാകുളത്തുണ്ട്, എടത്തുവായിലുണ്ട്, തിരുവല്ലായിൽ ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ വെറുതെയാ, വെറും വെറുതെയാ. ഒരു പ്രസംഗത്തിലെങ്കിലും ദൈവവചനത്തെങ്കിലും ആകർഷിക്കുന്ന ഒരു യുവാക്കളില്ലാത്ത ഒരു സമൂഹത്തിന്റെ അധപ്പതനമാണ് ഇന്ന് സംഭവിക്കുന്നത്. അവിടെയാണ് ഒരു കാലഘട്ടത്തിൽ 25,000-ത്തിലധികം വരുന്ന ചെറുപ്പക്കാരെ പ്രചോദിപ്പിച്ച ഒരു പ്രസംഗമുണ്ട്, സ്വാമി വിവേകാനന്ദന്റെ. സ്വാമി വിവേകാനന്ദൻ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. നീയാണ് നിന്റെ വിധികർത്താവ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ പോലെ കാര്യമുണ്ടോ? ഉണ്ടോ? ഈ ലോകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവനവന്റെ ജീവിതം നിയന്ത്രിക്കുന്നത് അവനവനാണ്. നീയാണ് നിന്റെ വിധികർത്താവ് എന്നുള്ളൊരു ബോധ്യതയോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ, അത് പ്രാർത്ഥനയ്ക്കോ നോമ്പിനോ ഉപവാസത്തിനോ ആരാധനയ്ക്കോ എന്തിനായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ അതിനെയാണ് പറയുന്നത് യൗവനം എന്ന് പറയുന്നത്. നിന്റെ യൗവനം ക്രമീകരിക്കപ്പെട്ടുവെങ്കിൽ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ പ്രാപ്തനായ ഒരു ദൈവ കൃപയുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. ഞാന് സംബന്ധിച്ചൊരു ശവസംസ്കാരത്തെ പറ്റി പറയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെ ഭൗതിക സാഹചര്യങ്ങളിൽ ഒരു ദുഃഖമോ പ്രയാസമോ വന്നാ അത് മിനിറ്റുകൾ കൊണ്ട് ദൈവത്തോടാണെങ്കിലും പരാതി പറയുന്ന ഒരു സ്വഭാവ സവിശേഷത ക്രൈസ്തവനുണ്ട്. തിരുവല്ലയ്ക്കടുത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഭവനമാണ്. ആ വീട്ടിലെ മൂത്ത മകൻ 28 വയസ്സ് പ്രായം. രാവിലെ കിടക്കയിൽ എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവുമുണ്ട്. മർത്തോമ ഭവനമാണ്. ഭാര്യയും ഭർത്താവും ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭർത്താവ് പറഞ്ഞു, ഞാൻ ഫ്രഷ് ആകട്ടെ, നീ പോയി ചായ ഇട്ടുകൊണ്ട് വാ. ഭാര്യ ചായ കൊണ്ട് വരുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് തൻ്റെ ഒടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച തൻ്റെ ജീവിത പങ്കാളി ചേതനയായിട്ട് കട്ടിലേ കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. ഈ സംസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു. ഈ മൂത്ത മകൻ മരിച്ച് 9-ാം മാസം കഴിയുമ്പോൾ 24 വയസ്സുള്ള രണ്ടാമത്തെ മകനെ ഈ അമ്മ രാവിലെ പ്രാർത്ഥിക്കുവാൻ വിളിക്കുമ്പോൾ ഈ മകനും സൈലന്റ് അറ്റാക്കിൽ മരിച്ചു കിടക്കുക. 2 മക്കൾക്കും സൈലന്റ് അറ്റാക്കാണ്. ആ സംസ്കാരത്തിലും ഞാൻ പങ്കെടുത്തു. മർത്തോമക്കാരായതുകൊണ്ട് ഭവനക്കാരെങ്കിലും നന്ദി പറയണമല്ലോ. ആ വീടിന്റെ അമ്മ നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ മുമ്പ് ആമുഖമായി കുറെ കാര്യങ്ങൾ ഈ അമ്മ പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം ഈ അമ്മ പറഞ്ഞു, ഈ മക്കളുടെ ഉടമസ്ഥ അവകാശം ദൈവത്തിനും കാര്യസ്ഥ അവകാശം എനിക്കും എൻ്റെ ഭർത്താവിനുമാണ്. ഞങ്ങൾ ആ ജോലി നല്ലതുപോലെ നിർവഹിച്ചു. എന്താ പറഞ്ഞത്?
എന്താ പറഞ്ഞത്? ഉടമസ്ഥാവകാശം ദൈവത്തിനും കാര്യസ്ഥാവകാശം ഞങ്ങൾക്കുമാണ്. ഞങ്ങൾ ആ ജോലി കൃത്യമായി നിർവഹിച്ചു. രണ്ടാമത് ഈ അമ്മ പറഞ്ഞു, ഒരു ഉദ്യാനത്തിൽ ഒരു പുഷ്പത്തിന് 2 പ്രത്യേകതയുണ്ട്. അതിന് നല്ല സുഗന്ധവും അതിന് നല്ല സൗന്ദര്യവുമുണ്ട്. നല്ല സുഗന്ധവും നല്ല സൗന്ദര്യവുമുള്ള 2 മക്കളായിരുന്നു ഞങ്ങളുടേത്. മൂത്തവന് സൗന്ദര്യവും രണ്ടാമത്തവന് സുഗന്ധവുമുണ്ട്. അതുകൊണ്ട് ഈ സൗന്ദര്യവും സുഗന്ധവുമാണ് ദൈവത്തെ ആകർഷിച്ചത്. അതുകൊണ്ട് അവരെ ദൈവം അങ്ങ് എടുത്തു. മൂന്നാമത് ഈ അമ്മ പറഞ്ഞത്, ദീർഘായുസ്സോടെ ഈ പാപമുള്ള ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ 28ഉം 24 വയസ്സ് പ്രായമുള്ള എന്റെ മക്കൾ പാപമില്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്നത് എന്റെ പ്രത്യാശയാണ്. എന്താ പറഞ്ഞത്? 90 വയസ്സ് ദീർഘായുസ്സോടെ ഈ പാപമുള്ള ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ 28ഉം 24 വയസ്സുള്ള എന്റെ മക്കൾ സ്വർഗത്തിൽ വസിക്കുന്നതാണ് എന്റെ പ്രത്യാശ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാനതാണ് പറഞ്ഞത്. ഇന്നലത്തെ പരാജയങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന മനുഷ്യനോട് നീയാണ് നിന്റെ വിധികർത്താവെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുമ്പോ, ഒരു ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വസിച്ച് 2 മക്കളുടെ വേർപാട് 1 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത ഒരു അമ്മ പറയുകയാണ്, പാപമുള്ള ലോകത്തേക്കാൾ പാപമില്ലാത്ത ലോകത്തിന്റെ അവകാശത്തിൽ എന്റെ മക്കളായിരിക്കുന്നത് എന്റെ അഭിമാനമെന്ന് പറയുമ്പോ, അതിനെയാണ് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ യുവത്വം എന്ന് പറയുന്നത്. അതാണ് ക്രൈസ്തവന്റെ യുവത്വം. ജീവിതത്തിൽ നിരാശയാണെങ്കിലും സങ്കടത്തിന്റെ കയത്തിലാണെങ്കിലും ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒരു ആത്മീയത ഉണ്ടെങ്കിൽ അതിനെ യുവത്വം, നമ്മുടെ വിധികർത്താവ് നമ്മളായി തീർന്ന് ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് നാം വരും. ഈ കത്തോലിക്ക സഭ പുരോഹിതന്മാരുടെ മധ്യസ്ഥനായിട്ട് കാണുന്ന ഒരാളാണ് വിശുദ്ധനായ ജോൺ മരിയ വിയാനി. കേട്ടുണ്ടോ? കത്തോലിക്ക സഭ വല്യപ്പച്ചൻ്റെ പേര് ചോദിച്ചാൽ പറയത്തില്ല. പിന്നാണ് ഇനി കത്തോലിക്ക സഭയിലെ ജോൺ മരിയ വിയാനിയെ പറ്റി ഞാൻ പറയാൻ വരുന്നത്. കത്തോലിക്ക സഭ പുരോഹിതന്മാരുടെ മധ്യസ്ഥനായിട്ട് കാണുന്ന വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോഴേ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൽ എന്നെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. പഠിക്കാൻ വളരെ മണ്ടനായ ആളായിരുന്നു. ആര്? ഈ ജോണ്. പഠിക്കാൻ വളരെ മണ്ടനായ ആളാണ്. എങ്ങനെയോ പേരൻസ് 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പേരൻസിന് ആശങ്കയായത്, ഇനിയും ഇവനെ എന്തിന് വിടും, അല്ലേ? ഇന്ന് ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ പറ്റി പോലും ആർക്ക് ആശങ്കയാ? എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ മോനെ ഏത് രീതി വിടണമെന്ന് ഞങ്ങളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുക, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ ചോദിച്ചു, അവനിപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ, അല്ലെ എന്താ പഠിക്കുന്നേ? ഉടനെ ഇവൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, അവള് 6 മാസം പ്രഗ്നന്റ് ആണ്. ഉദരത്തിൽ നിന്ന് പുറത്തു പോലും വരാത്ത കുഞ്ഞുങ്ങളെ പറ്റി ആശങ്കയുള്ള മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്കുള്ളത്. ഇവിടെയാണ് ജോൺ മരിയ വിയാനിയുടെ മാതാപിതാക്കൾ 10ാം ക്ലാസ് വരെ കഷ്ടിച്ച് പഠിപ്പിച്ച് അവനെ ജയിപ്പിച്ചെടുത്തു. മണ്ടനാണ്, വെറും മണ്ടനാണ്. അപ്പൊ അവസാനം പേരൻസ് ഒരു ധാരണയെത്തി, ഈ ജോണിനെ നമുക്ക് അച്ചമ്പട്ടത്തിന് വിടാം. അയ്യോ എന്തൊരു സന്തോഷം! എന്ന് പറഞ്ഞ അച്ഛന്മാരെല്ലാം മണ്ടന്മാരല്ല കേട്ടോ, മാറി നോക്കുന്നച്ചാ. ഈ ജോണിനെ നമുക്ക് അച്ചമ്പട്ടത്തിന് വിടാം. അങ്ങനെ ജോണിനെ കൊണ്ട് സെമിനാരി വിട്ടു. ജോൺ സെമിനാരി ഇങ്ങനെ പഠിച്ച്
അവസാനം പട്ടം കൊടയ്ക്ക് സമയമായി. ജോണിന്റെ കൂടെയുള്ള എല്ലാവർക്കും പട്ടം കൊടുക്കാൻ ബിഷപ്പ് തീരുമാനിച്ചു. പക്ഷെ ജോണിന് മാത്രം പട്ടമില്ല. എന്തില്ല? ബാക്കിയുള്ള എല്ലാവർക്കും പട്ടമുണ്ട്, ജോണിന് മാത്രം പട്ടമില്ല. അവസാനം ഈ റക്ടർ അച്ഛൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വാർഡനച്ഛൻ, ബിഷപ്പിനോട് പറഞ്ഞു, തിരുമേനി ജോണിനും പട്ടം കൊടുക്കണം, പഠിക്കാൻ മിടുക്കണമെന്നും അല്ലെങ്കിലും അവനൊരു പ്രത്യേകതയുണ്ട്. ഈ ലെഷർ ടൈമില് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അവരുടെ കാര്യത്തിന് പോകുമ്പോഴും ഈ ജോണ് സെമിനറിയുടെ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് മുട്ടയിൽ നിന്ന് കൈ ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്താ ചെയ്യുന്നത്? മുട്ടയിൽ നിന്ന് കൈ ഇങ്ങനെ ഉയർത്തി ഈ ജോൺ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവന് പട്ടം കൊടുക്കണം. അങ്ങനെ ഈ റക്ടർ അച്ഛൻ നിർബന്ധ പ്രകാരം ജോണിന് പട്ടം കൊടുത്തു. പട്ടമൊക്കെ ഏറ്റു. പട്ടമേറ്റി കഴിയുമ്പോൾ തിരുമേനിക്ക് അടുത്ത പ്രശ്നം എന്താ? പട്ടമേറ്റി കഴിയുമ്പോൾ തിരുമേനിക്ക് അടുത്ത പ്രശ്നം എന്താ? മിണ്ടുന്നില്ലല്ലോ. പള്ളി കൊടുക്കണമെന്നേ. എന്ത് കൊടുക്കണം? ഇത് വലിയ പ്രശ്നമല്ലേ? അല്ലേ? നമുക്കൊക്കെ ആരെ ഇഷ്ടം? നമ്മുടെ പള്ളി വരേണ്ട ആൾ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം? കൺസെപ്റ്റ് എങ്ങനെയാ? ഇത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ? എല്ലാവർക്കും കൊച്ചച്ഛനെ മതി. ആരെ മതി? കൊച്ചച്ഛനെ മതി, അല്ലേ? ചിലടത്താണ് ഈ ഫാൻസുകാർ അങ്ങോട്ട് കൂടി വലിയ പ്രശ്നമാണ്. ഞാൻ ഒരു പള്ളിയിൽ ചാർജ് എടുക്കാൻ ചെന്നു. അതിൻ്റെ 1 മാസം കഴിയുമ്പോൾ അവിടുത്തെ പെരുന്നാളാണ്. അപ്പോൾ അവിടുത്തെ യുവന പ്രസ്ഥാനക്കാരും പള്ളി മാനേജിങ് കമ്മിറ്റി 3-4 പേര് വന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു അച്ഛൻ്റെ നല്ല സൂപ്പർ കുർബാനയാ. എന്താ കുർബാനയാ? സൂപ്പർ കുർബാനയാ. ഈ അച്ഛനെ ഒന്ന് വിളിക്കണം. എനിക്കാണെങ്കിൽ അതൊട്ട് താല്പര്യമില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധ രഹസ്യങ്ങളൊക്കെ പുറത്താക്കിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒന്നും വഴക്കുണ്ടാക്കാൻ ചെന്നല്ല ഉള്ളു. വഴക്കുണ്ടാക്കാൻ പറ്റുമോ? ഞാനൊന്നും മിണ്ടിയില്ല. ഞാനന്ന് സെമിനാരിൽ പോയി. അവിടെ ചെറിയ പെരുന്നാളായിരുന്നു. ഞാൻ സെമിനാർ ചെന്ന് പട്ടക്ഷേത്രത്തിനുവേണ്ടി കബറിനെ പ്രാർത്ഥിച്ചു. ഞാൻ തിരുമേനി അപാര ബുദ്ധിമാനല്ലേ? ഈ പ്രതിസന്ധിയിൽ 1 മാസം ആകുന്നുള്ള പള്ളിയിൽ ചെന്നിട്ട് അടുത്ത മാസം പെരുന്നാളാ. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനായിട്ട് ഒരു വഴി പറഞ്ഞു തരണേ തിരുമേനി എന്നൊക്കെ പ്രാർത്ഥിച്ച് എണ്ണ തൂത്തങ്ങൾ തിരിഞ്ഞപ്പോൾ ദാണ്ട ബാബാതിരുമേനി ഇരിക്കുന്ന അവിടെ. ഞാൻ നേരെ എന്നു. ഞാൻ തിരുമേനി ഞാനിപ്പോൾ ഈ പള്ളിയിലാണ്. തിരുമേനി പെരുന്നാളിന് കാർമ്മികത്വം വഹിക്കാൻ വരണം. ഞാൻ വരാൻ കുട്ടി. അങ്ങനെ ബാബ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആർക്കും തടയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഫാൻസുകാർ ഇങ്ങനെ കൂടി വരിക. അതുകൊണ്ട് ട്രാൻസ്ഫർ സമയം ആകുമ്പോഴത്തേന് അന്വേഷണമുണ്ട്. ആരാ നമ്മുടെ പള്ളിയിൽ വരുന്ന അച്ഛൻ? ആരാ? പാട്ട് എങ്ങനെയുണ്ട്? പ്രസംഗം എങ്ങനെയുണ്ട്? അല്ലയോ? നിങ്ങളെ പറ്റിയല്ല പറയുന്നത് കേട്ടോ, നിങ്ങളെ പറ്റിയല്ല. അപ്പോ ജോൺ മണ്ടനായതുകൊണ്ട് ബിഷപ്പ് ആകെ ആംഗലപ്പായി ഈ മനുഷ്യനെ, ഈ അച്ഛനെ എവിടെ കൊണ്ട് പള്ളി കൊടുക്കും? ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. കാടന്മാരുടെ സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകളുള്ള ഒരു പള്ളിയിലേക്ക് ഈ അച്ഛനെ വിട്ടു. ആരുടെ സ്വഭാവ? ഉറക്കപ്പറ. കാടന്മാരുടെ സ്വഭാവമുള്ള പള്ളിയിലേക്ക് ജോൺ അച്ഛനെ വിട്ടു. വളരെ ദീർഘമായ മണിക്കൂറിൽ യാത്രയുടെ പള്ളിയാണ്. അച്ഛൻ അവിടെ ചെന്നു. അച്ഛൻ ആദ്യത്തെ കത്തോലിക്കലെന്നും കുർബാന ഉള്ളതല്ലോ, ആദ്യത്തെ കുർബാനയൊക്കെ ചൊല്ലി ആളുകൾ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ അങ്ങ് നന്നാകും. കാടന്മാരുടെ സ്വഭാവമല്ലേ, ഇപ്പോൾ ഞങ്ങൾ അങ്ങ് നന്നാകും. ഇങ്ങനെ പല പരിഹാസങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യും? കുർബാന കൊല്ലും, തിരിച്ചിറങ്ങി വരും. എല്ലാവരും പോകുമ്പം അച്ഛൻ പള്ളിയിൽ കയറും, മുട്ടുകുത്തും, കൈ ഉയർത്തും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഒരാൾക്കൊരാഗ്രഹം, ഈ അച്ഛൻ പകൽ സമയത്ത് എന്ത് ചെയ്യാണ്? വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പല ദിവസം വന്ന് നോക്കിയപ്പോൾ ഇതാ കാണുന്നത്. അപ്പം അയാൾ ചിന്തിച്ചു, ഇതിനകത്ത് എന്തോ സംതിങ് ഉണ്ടല്ലോ, ഞാനും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരാൾ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് വേറൊരാൾ വന്നു. ചുരുക്കം പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞു. ബിഷപ്പ് അവിടെ വിസിറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? കാടന്മാരെന്ന് വിളിച്ച മുഴുവൻ മനുഷ്യരും വിശുദ്ധനായ ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന ഒരച്ഛന്റെ കൂടെ നിന്ന് മുട്ടുമടക്കി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടു. അതിന് പറയുന്ന പേരാണ് ആത്മീകമായ യുവത്വം. ആണോ?
കാളന്മാരുടെ സംസ്കാരത്തിൽ നിന്ന് ദൈവ സംസ്കാരത്തിലേക്ക് ഒരുപറ്റ മനുഷ്യരെ കൊണ്ടുവരുവാൻ കഴിയുന്നതിന് പറയുന്ന പേരാണ് വിപ്ലവകരമായ യുവത്വം. മാതൃകകളുണ്ടോ? ഇല്ല. മാതൃക ഉണ്ടെങ്കിൽ കൂടെ പോകുമോ? ഇല്ല. വിമർശനങ്ങളുടെ കൂരമ്പിൽ മനുഷ്യനെ തറയ്ക്കുവാൻ നടക്കുന്ന നരഭോജികളായ, ഹിംസിക്കുന്ന മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യന്റെ ജീവിതങ്ങളാണ് ഇന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ആത്മീക വസന്തത്തിന്റെ യൗവത്വം നമ്മുടെ ജീവിതങ്ങളിൽ പൂവണിയുന്നത്? ഹാഡ്സൺ ടൈലർ എന്നൊരു എഴുത്തുകാരനുണ്ട്. ഹാഡ്സൺ ടൈലർ യുവത്വത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ദൈവത്തെ അറിയുന്ന മനുഷ്യനെ വിളിക്കുന്ന ഗോഡ്സ് മാൻ എന്നാ പറയുന്നത്. എന്താ ഗോഡ്സ് മാൻ. ഇപ്പം കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കണ്ടു, ഗോഡ്സ് മാൻ എന്നൊരു വിസ്കീമുണ്ട്. എന്തുണ്ട് പറയുന്നേ? ഗോഡ്സ് മാൻ എന്ന് ദൈവത്തിന്റെ മനുഷ്യന് വിസ്കിയുടെ പേരാണ്. ഗോഡ്സ് മാൻ എന്ന് മദ്യത്തിന്റെ പേരാണ്. ടീച്ചർ എന്ന് മദ്യത്തിന്റെ പേരാണ്. സെക്കൻഡ് ഒരു മാർപ്പാപ്പയുടെ പേരാണ്, മദ്യത്തിന്റെ പേരാണ്. ബിഷപ്പ് എന്നുള്ളത് മദ്യത്തിന്റെ പേരാണ്. ശിവാസ് എന്നുള്ളത് മദ്യത്തിന്റെ പേരാണ്. ഇതൊക്കെ ആരുടെ പേരാ? ദൈവനാമങ്ങൾ. അപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ യുവത്വമുള്ള മനുഷ്യനെ പറ്റി ഹാഡ്സൺ ടൈലർ വിളിക്കുന്നത് ദൈവ മനുഷ്യനാ. അദ്ദേഹം പറയുന്നത് ബി എ ഗോഡ്സ് മാൻ ഡൂയിങ് ഗോഡ്സ് വർക്ക് ഇൻ ദ ഗോഡ്സ് പ്ലേസ് ഇൻ ദ ഗോഡ്സ് വേ. എളുപ്പമാണ്. ദൈവ മനുഷ്യൻ ദൈവത്തിന്റെ ജോലി ദൈവത്തിന്റെ സ്ഥലത്ത് ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു ക്രൈസ്തവന്റെ യുവത്വം ഉണ്ടാവുന്നത്. ഒരു ഒട്ടക കുഞ്ഞും. കാരണം ചിലരൊക്കെ ഉറങ്ങാൻ തോന്നുന്നോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഈ കഥ കൂടുതൽ പറയുന്നത്. ഒരൊട്ടകവും ഒരൊട്ടക കുഞ്ഞും. ഒട്ടക കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ, നമുക്കെന്തിനാ ഇത്രയും വലിയ പിളർന്ന കാലുകൾ? അമ്മ പറഞ്ഞു നമ്മൾ ഈ മണലിൽക്കൂടെ യാത്ര ചെയ്ത് ധാരാളം മരുഭൂമിയിൽ യാത്ര ചെയ്യണമല്ലോ. നമ്മുടെ ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും വലിയ പിളർന്ന കാല്. ശരി, ഒട്ടക കുഞ്ഞിന് മനസ്സിലായി. വീണ്ടും ഒട്ടക കുഞ്ഞ് സംശയം ചോദിച്ചു, അമ്മേ, നമുക്കെന്തിന് ഇത്രയും വലിയ കൺപോളകൾ? അമ്മ പറഞ്ഞു, മരുഭൂമിയിലെ ചൂട് കാറ്റും പൊടിക്കാറ്റും ഒക്കെ അടിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമുക്ക് ഇത്രയും വലിയ കൺപോള. കാഴ്ചകൾ മറയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കൺപോളകൾ. കുഞ്ഞൊട്ടകത്തിന് മനസ്സിലായി. ശരി. മൂന്നാമത് കുഞ്ഞൊട്ടകം അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തിനാ ഇത്രയും വലിയൊരു മുഴ നമ്മുടെ മുതുകത്ത്? തള്ളയൊട്ടകം പറഞ്ഞു, മോനെ, ധാരാളം മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പം വെള്ളം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ മുഴ. ശരി. 3 കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ഞൊട്ടകത്തിന് മനസ്സിലായി. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ കുഞ്ഞൊട്ടകം 4ാമത്തെ ചോദ്യം അമ്മയോട് ചോദിച്ചു, അമ്മ, ഇത്രയൊക്കെ നമുക്ക് സാധ്യതകളുണ്ടല്ലോ, പക്ഷേ നമ്മളെന്താ അമ്മേ തിരുവനന്തപുരം സൂവി കിടക്കുന്നേ? ഇത്രയൊക്കെ സാഹചര്യം നമുക്കുണ്ടല്ലോ, പക്ഷെ എന്താണ് അമ്മേ നമ്മളിപ്പോ എവിടെ കിടക്കുന്നേ? ട്രിവാൻഡ്രം സൂവിൽ കിടക്കുന്നത്. പിശാച് ഓവർ ടൈം വർക്ക് ചെയ്യുന്നതാ. നമ്മൾ സൂവിൽ കിടക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും നമ്മൾ ചില പരിമിതികളിൽ മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കാണാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിന്റെ മുൻപാകെ വരച്ചു കാട്ടിയിട്ട് നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? വായിച്ചിട്ടില്ലയോ? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യമാ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിന്റെ മുൻപാകെ വരച്ചു കാട്ടിയിട്ട് നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഞാനും നിങ്ങളും ഇങ്ങനെ മയങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പരിമിതികൾ മാത്രം ഓർത്തുകൊണ്ട് നാം ഇരിക്കുകയാണ്. സൂവിൽ കഴിയുന്ന ഒട്ടകത്തെ പോലെ നാം ഇരിക്കുകയാണ്. എന്തെല്ലാം സാധ്യതകൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവ യുവത്വത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയുന്ന ഒരാത്മീകമായ ജീവിതം
നമുക്കുണ്ടാക്കിയെടുക്കുവാൻ ഇടയാവണം എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുക. യുവാവായിരിക്കാൻ ഭക്തനായൊരു മനുഷ്യൻ പറഞ്ഞു, ആമീൻ ഒരു വലിയ മരുന്നാണ്. എന്തുവാ ആമീൻ? ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടപ്പുറംകാരെ ഉറക്കെ പറഞ്ഞ എന്താ? അപ്രകാരം തന്നെ. അതെന്താ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാല്? ഈ പുള്ളി ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ആമീൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? മർക്കോസ് അച്ഛൻ നാളെ രാവിലെ ചൊല്ലുന്നു, കർത്താവേ എന്റെ മുൻപാകെ ശിരസ്സ് നമിച്ചിരിക്കുന്ന നിന്റെ മക്കളെ ദൈവിക അനുഗ്രഹങ്ങളാലും നിന്റെ കൃപയുടെ നിലവരത്താലും നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതി സ്തോത്ര ആരാധന ബഹുമാനങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോം നിങ്ങൾ എന്ത് പറയും? ആ ചുണി പറയും ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പൊന്നച്ചോ അച്ഛൻ പറഞ്ഞ മുഴുവൻ ശരിയാണ്. എന്റെ പൊന്നച്ചോ അച്ഛൻ പറഞ്ഞ മുഴുവൻ ഞങ്ങൾ അംഗീകരിക്കുന്നു. അച്ഛൻ ചൊല്ലിയ അതേ പ്രാർത്ഥനയാണ് ഞങ്ങളുടെയും എന്റെയും പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രതിവാക്യം എന്ത് പറയുന്നത്? ആമേൻ പറയുന്നത് അല്ലേ? ആമേന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ദൈവത്തിന്റെ പേരെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പേര് വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കാൻ ഇഷ്ടമല്ല, പോകുന്ന കാര്യമാ അല്ലേ? എസ്കറ്റോളജിക്കൽ തിങ്കിങ്, യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പേടിപ്പിക്കും. വീട്ടിൽ പോയി വെളിപ്പാട് വായിക്കണം. അസൈൻമെന്റ് തരികയാണ്. ആമേൻ എന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നു. ആമേൻ ആരാപ്പം? ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ മറുപേരാണ് ആമേൻ. ഭക്തനായ മനുഷ്യൻ പറഞ്ഞത് യുവത്വം നിലനിർത്തുവാനായിട്ട് ആമേൻ നല്ലതാണ്. എന്താണ് നല്ലത്? ആമേൻ. എന്നിട്ട് ഈ ഭക്തനായ മനുഷ്യൻ ഈ ആമേനെ പറ്റി 4 നിർവചനം കൊടുത്തു. ആമേന് AMEN A4. അദ്ദേഹം പറയാണ് എഗ്രി വിത്ത് ഗോഡ്. ദൈവത്തോട് ഉടമ്പടി ചെയ്യണം. ഇന്ന് കാണുന്ന ഉടമ്പടി ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഉടമ്പടി ഒക്കെ ഉണ്ട്, അറിയാമല്ലോ. ഉടമ്പടി എവിടാ? അയ്യോടാ, ഈ കൊട്ടാരക്കര ഉണ്ടോ അത്? ഞാൻ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആളാ അല്ലേ? നീല കാർഡ് കിട്ടിയാൽ ഓസ്ട്രേലിയ, മഞ്ഞ കാർഡ് കിട്ടിയാൽ ലണ്ടൻ, വെള്ള കാർഡ് കിട്ടിയാൽ ഗുജറാത്ത്, നീലമെഴുതി കത്തിച്ചാൽ എവിടാ? അർജന്റീന. 500, 300, 200, 100. സോഷ്യൽ മീഡിയ ഉണ്ട്. ദൈവം എന്നെ നാളെ കൊല്ലും. എങ്കിൽ ഞാനങ്ങ് പറയുക, എന്തോ ഒരു ബോധക്കേടെ കാണിക്കുന്നേ, എന്തോ ഒരു വിവരക്കേടെ കാണിക്കുന്നത്. ഞാൻ ആരെയും വിമർശിക്കാൻ ഞാൻ ആരുമല്ല. നീല കാർഡിന്റെയോ മഞ്ഞ കാർഡിന്റെ പുറകിലുള്ള ഭക്തി അല്ല ഭക്തി. ഒരു സിസ്റ്റർ ഫേസ്ബുക്കിൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഒരു സിസ്റ്റർ ഫേസ്ബുക്കിൽ ഒരു വലിയ സാക്ഷ്യം പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇന്ന സ്ഥലത്ത് പോയത്, നിങ്ങൾ പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് പോയത് കൊണ്ട് എൻ്റെ സ്കൂളിൽ 2nd റാങ്ക് കിട്ടി. എന്ത് കിട്ടി? 2nd റാങ്ക് കിട്ടി. ഞാൻ കമന്റ് ഇട്ടു അതിൻ്റെ താഴെ, അപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്ററെ, മറ്റൊരു സ്കൂളിന് 1st റാങ്ക് കിട്ടി കാണുമല്ലോ. നിങ്ങൾ വിളിച്ച ആളേക്കാൾ മൂപ്പുള്ള ആളല്ലേ 1st റാങ്ക് കിട്ടിയത്? പറ ആണോ അല്ലയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോട് പറയാം, മണ്ടന്മാരാകരുത്. നീലക്കാടിലും ചുമന്ന കാടിലും പ്രിയപ്പെട്ട മർക്കോസ് അച്ഛൻ, ഞാനങ്ങ് തുറന്നങ്ങ് പറയാ, എനിക്ക് തോന്നുന്നു മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സമയമെടുത്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തുയോബോ ശുശ്രൂഷ നടത്തുന്ന വൈദികനാണ് മർക്കോസ് അച്ഛൻ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അത് സാധിച്ചിട്ടുമുണ്ട്.
വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു കാർഡ് എന്താ? വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു സ്ഥലം എവിടാ? ഒന്നുമില്ല. അത് പരുമലപ്പള്ളി പോയാലും, മണ്ണറക്കാട്ട് പോയാലും, കോട്ടപ്പുറം പള്ളി ഇരുന്നാലും, മുത്തൂറ്റ് പള്ളി ഇരുന്നാലും, ആനപ്പറമ്പ പള്ളി ഇരുന്നാലും, വിശുദ്ധ കുർബാന ദൈവം സ്വീകരിക്കുന്നത് ഒരുപോലെയാണ്. അതിനകത്ത് പ്രത്യേകത ഉണ്ട്. നിന്റെ മനോഗതി, നിന്റെ മനോധർമ്മം, അതിന് പറയുന്ന പേരാണ് നിന്റെ യുവത്വം എന്ന് പറയുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് വിളിച്ചാൽ എന്റെ ദൈവം കേൾക്കുമെന്ന് ഒരു ബോധ്യമുള്ളതിന് പറയുന്ന പേരാണ് നിന്റെ യുവത്വം എന്നുള്ളത്, ക്രൈസ്തവ യുവത്വം എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യരാ ഇങ്ങനെ പോകുന്നത്. അഗ്രി വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെയുള്ള ഒരു ഉടമ്പടിയാണ് യുവത്വത്തിന്റെ ഒന്നാമത്തെ ആഹാരം എന്ന് ഭക്തനായ മനുഷ്യൻ പറയുന്നു. രണ്ടാമത്തെ മനുഷ്യൻ പറയുകയാണ് മൂവ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കണം. പഴയ പിതാക്കന്മാരുടെ ജീവിതം നമുക്ക് അറിയാമല്ലോ, ദൈവം കൂടെ നടന്നവരാണ്. മൂവ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കണം. ആത്മീകമായ യുവത്വത്തിന്റെ രണ്ടാമത്തെ ഭാവമാണ്. 3 എൻഡ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ എല്ലാം അവസാനിക്കണം. എന്താ അവസാനിക്കുന്നത്? പെട്ടിയില്ലാന്ന് മാത്രം അവസാനിക്കും. അതല്ല, എല്ലാം ദൈവത്തോട് കൂടെ തുടങ്ങണം, ദൈവത്തോട് കൂടെ അവസാനിക്കണം. ഈ ഭക്തനായ മനുഷ്യൻ അവസാനം പറഞ്ഞു, ആത്മീകമായ യുവത്വത്തിൽ അവസാനം ആമേൻ എന്ന ആഹാരത്തോട് പറയുകയാണ് നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യം, അത് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രകൃതത്തിൽ നമുക്കാകുവാൻ ഇടയാവണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ ആത്മീകമായ യൗവനം നിലനിർത്തുവാനായിട്ട്, ക്രൈസ്തവ യൗവനം നിലനിർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഹൈന്ദവ വിശ്വാസത്തിൽ 3 മാർഗത്തെ പറ്റി പറയുന്നുണ്ട് യൗവനം നിലനിർത്താൻ. എന്തൊക്കെയാ? ഹൈന്ദവ വിശ്വാസത്തിൽ 3 മാർഗത്തെ പറ്റി പറയുന്നുണ്ട് യൗവനം നിലനിർത്താൻ. ഒന്നാമത്തെ മാർഗമാണ് ഭക്തിമാർഗം. എന്താ ഭക്തിമാർഗം? അല്ലെ, ചിലരൊക്കെ പള്ളിയിൽ പോകുന്ന കണ്ടാല് എന്തോ ഒരു ഭക്തിയാ, അല്ലേ? എന്തോ ഒരു ഭക്തിയാ. കന്യക മറിയാമ്മ തോറ്റുപോകും. ആ പോക്കും വരവും ഒക്കെ കണ്ടാല് ഒരു രക്ഷയില്ല. പിള്ളേർ പറഞ്ഞ പൊളിച്ചാ പോരുന്നേ, അല്ലേ? ഭക്തിമാർഗം. എന്താ ഭക്തിമാർഗം അറിയാമോ? ഇനി ഭക്തി അഭിനയിക്കുന്നവർ സൂക്ഷിച്ചോണം. ഭക്തിമാർഗം ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നത് ഈശ്വരനൊപ്പം നടക്കുക എന്നാ. ആരോപ്പ? ദൈവത്തോടൊപ്പം നടക്കുക എന്നുള്ളതാണ്. ദൈവത്തോടൊപ്പം നടക്കാൻ പറ്റുമോ? ചിന്തിക്കുക. 2, ഹൈന്ദവ വിശ്വാസം യുവത്വം നിർത്താൻ പറയുകയാണ്. രണ്ടാമത്തെ മാർഗമാണ് ജ്ഞാനമാർഗം. എന്താ ജ്ഞാനമാർഗം? നമ്മൾ പറയും ഒരു ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അയ്യോ എന്തൊരു പണ്ഡിതനാ, അല്ലേ? എന്തോരു ജ്ഞാനിയാ, എന്തോരു ജ്ഞാനമാ. എന്താ ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാല്? അന്ധവിശ്വാസം പറയുകയാണ് ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക. ഭക്തിമാർഗം ഈശ്വരന്റെ കൂടെ നടക്കുക, ജ്ഞാനമാർഗം ഈശ്വരനെ അറിയുക. 3ാമത്തെ മാർഗമാണ് പറയുന്നത് കർമ്മമാർഗം. എന്താ മാർഗമാ? കർമ്മമാർഗം എന്ന് പറയാൻ എന്താ? ഈശ്വരനെ കാണിച്ചു കൊടുക്കുക. പറ്റുമോ? ദൈവത്തോടൊപ്പം നടക്കണം, ദൈവത്തെ അറിയണം, ദൈവത്തെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കണം. ഇവിടെയാണ് ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നത്, ഇവിടെയാണ് ഈശ്വര യുവത്വം നിലനിൽക്കുന്നത്, ദൈവ യുവത്വം നിലനിൽക്കുന്നത്. ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, സക്കായി എന്ന മനുഷ്യന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം? ഉറക്കെ പറ. യേശുവിനെ കാണണം. ആരെങ്കിലും യേശുവിനെ കാണിച്ചു കൊടുത്തോ? സക്കായി എന്ന മനുഷ്യന് വലിയ ആഗ്രഹമാണ് ക്രിസ്തുവിനെ കാണണം, യേശുവിനെ കാണണം. ഞാൻ ചോദിക്കുന്നു, സക്കായി എന്ന മനുഷ്യനെ ആരെങ്കിലും കാണിച്ചു കൊടുത്തോ ക്രിസ്തുവിനെ? പിന്നെന്ത് ചെയ്തു? സക്കായിക്ക് 2 പ്രശ്നം വരും. ഒന്ന്, സക്കായിയുടെ പൊക്കക്കുറവ്. സക്കായിയുടെ പൊക്കക്കുറവ്. 2, സമയം.
10 മിനിറ്റ് അച്ഛൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. സക്കയുടെ പൊക്കക്കുറവ് സക്കയുടെ പ്രശ്നമായിരുന്നു. 2, ഈ തിങ്ങിക്കൂടുന്ന ആൾക്കൂട്ടം. ഇത്രയും ആൾ കൂടിയത് കൊണ്ട് സക്കായിക്ക് എന്ത് പറ്റത്തില്ലായിരുന്നു? ആരെ കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്, ഈ മനുഷ്യർക്കാർക്കും ക്രിസ്തുവിനെ സക്കായിക്കൊന്ന് കാണിച്ചു കൊടുക്കാനോ പരിചയപ്പെടുത്താനോ പറ്റിയില്ല. പക്ഷേ ഒരു കാട്ടത്തിക്ക് കഴിഞ്ഞു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ. ഞാൻ ചോദിക്കുന്നതേ, നല്ല ഒലിവായി നട്ട എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ഈശ്വരൻ ദൈവത്തോടൊപ്പം നടക്കണം, ദൈവത്തെ അറിയണം, ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു യുവത്വത്തിന്റെ ഭാവം, ഒരു ക്രൈസ്തവ യുവത്വത്തിന്റെ ഭാവം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. മുരുകൻ കട്ടാക്കട എന്ന് പറയുന്ന ഒരു കവിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അറിയാമല്ലോ. കേട്ടുണ്ട്. ഒത്തിരി കവിത പാടുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പം അല്ലേ? അദ്ദേഹത്തിന് 2 വരികളാണ്. ശിവം എന്നിൽ നിറയുമ്പോൾ ശിവനായി മാറിയിടും, ശിവമെന്നിൽ മറയുമ്പോൾ ശവമായി മാറിടും, ഇവ തമ്മിലുള്ളോരന്തരം കേവലം ഒരു വള്ളി മാത്രം. കേട്ടുണ്ടോ? ഇല്ല. ശിവമെന്നിൽ നിറയുമ്പോൾ ശിവനായി മാറിടും, ശിവമെന്നിൽ മറയുമ്പോൾ ശവമായി മാറിടും, ഇവ തമ്മിലുള്ളോരന്തരം കേവലം ഒരു വള്ളി മാത്രം. അദ്ദേഹം ശിവൻ എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിൽ പറയുന്നതാ. പക്ഷെ നമ്മൾ ചിന്തിച്ചേ, ദൈവമുള്ളിലുള്ള മനുഷ്യന് ദൈവത്തെ പോലെ ആകുവാൻ കഴിയും. അവനാണ് 33.5 വയസ്സുകാരന്റെ ആർജവത്വമുള്ളവൻ. ആർക്കാ 33.5 വയസ്സുള്ളവൻ? ഓർമ്മയുണ്ട്. ദൈവാംശം ഉള്ളിലുള്ളവന് 33 വയസ്സുകാരന്റെ ആർജവത്വം ഉണ്ടാവും. അവന് പാപത്തെ പാപമെന്നും നീതിയെ നീതിയെന്നും പറയുവാനുള്ള ധാർമ്മികത ഉണ്ടാവും. അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ധാർമ്മികത നിലനിൽക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പറയാനാണെങ്കിൽ കുറേ സമയം പറയുവാനായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. വാക്കുകൾ ചുരുക്കട്ടെ. നമ്മുടെ യൗവനം, ആത്മീകമായ യൗവനം നിലനിർത്തണമെങ്കിൽ നാം തിരിച്ചറിയണം, നമ്മുടെ കർത്താവിന് ചില പരിമിതികളുണ്ട്, യേശുവിന് ചില പോരായ്മകളുണ്ട്. ഉണ്ടോ? യേശുവിന് പോരായ്മയുണ്ടോ? ഈ അച്ഛൻ എന്തോ ഒരു വേദവിരുദ്ധമായി പറയുന്നത്. യേശുവിന് പോരായ്മയുണ്ടെന്ന്. ഞാനും നിങ്ങളും ഇങ്ങനെ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നത്, ഞാൻ പറയും ക്രിസ്തുവിന് ചില പരിമിതികളാണ്, ക്രിസ്തുവിന് ചില പോരായ്മകളാണ്. 1-2 പറയാം. ഒന്നാമത്തെ പോരായ്മ ഞാൻ പറയാം. ഓർമ്മയില്ലാത്തൊരു കർത്താവാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? ഓർമ്മയില്ലാത്തൊരു കർത്താവാണ് നമുക്കുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. ലോകപ്രകാരം മനുഷ്യൻ വിധിച്ച് പാപിയാണെന്ന് മുദ്രകൊത്തി കാരാഗ്രഹത്തിൽ അടച്ചൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ ഒപ്പം ക്രൂശിൽ തൂക്കിയത്. ആണോ അല്ലയോ? നമ്മൾ വിധി എഴുതി ഇവൻ പാപിയാണ്. പക്ഷെ കർത്താവ് ഏറ്റു പറഞ്ഞപ്പോ അവനോട് എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോട് കൂടെ. കർത്താവ് അവന്റെ പഴയ കാര്യം വല്ല ഓർമ്മ വെച്ചോ? പറ. നമ്മളാണെങ്കിലോ, ഒരു വൈരാഗ്യം ഒരുത്തനോടെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അവനൊരു ദുരന്തമോ ദുഃഖമോ വന്നു ചേർന്നാൽ നമ്മൾ ആദ്യം പറയും കണക്കായി പോയി, അവൻ അത് തന്നെ കിട്ടണം. ആണോ അല്ലയോ? നിങ്ങളെ പറ്റിയല്ല കേട്ടോ. അവന്റെ ചെയ്തത് അവന്റെ സന്തതി പോലും അനുഭവിക്കും, രക്ഷപ്പെടില്ല പറയും. രണ്ടാമത് കർത്താവിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലാത്ത കർത്താവാണ്. ഒരു അപ്പന്റെ സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി നശിപ്പിച്ചൊരു മകനുണ്ട്. അവന്റെ പേരെന്താണ്? ഉറക്കപ്പറ. മുടിയനായ പുത്രൻ. ആർക്ക് പറ്റി? ക്രൈസ്തവന് പറ്റി. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം പറ, ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകില്ല, ഒന്നിൽ കയ്പോ അല്ലെങ്കിൽ മധുരമോ. പോട്ടെ. അപ്പൊ മുടിയനായ പുത്രൻ നമ്മൾ പറയുന്നത് ധൂർത്തപുത്രൻ. മടങ്ങി വന്നപ്പോ അപ്പം വല്ലതും പറയുന്നുണ്ടോ? അപ്പനൊന്നും പറയുന്നില്ല. ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ, എടാ നശിപ്പിച്ചിട്ട് വന്നവനെ
ഇതെല്ലാം എൻ്റെ മൂത്തുതീർക്കിനുള്ളവനാടാ, നീ ഗുണം പിടിക്കാതെ പോയവനാടാ എന്ന് പറഞ്ഞ് 100 കൂട്ടം പഴിയും പരിഹാസവും പറഞ്ഞ് അവനെ നശിപ്പിച്ചേനെ. പക്ഷെ ഈ അപ്പന് ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഓർമ്മയില്ലാത്തൊരു കർത്താവിന്റെ സഖിത്വത്തിൽ ഞാൻ നിങ്ങളും ആയിരിക്കുന്നതുകൊണ്ട് ഇന്ന് ഈ ആത്മീയ ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. 2, കണക്കറിയാൻ വയ്യാത്തൊരു കർത്താവാണ് ഉള്ളത്. എന്തറിയാൻ വയ്യ? മാത്തമാറ്റിക്സ് കണക്കറിയാൻ വയ്യാത്തൊരു കർത്താവ്. ഒരു ബംഗാളിയെ പണിക്ക് വിളിച്ചാൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്താൽ എത്ര രൂപ കൊടുക്കും അവന്? 800 രൂപ കൊടുക്കും. ഇവിടെ ബംഗാളിലുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്, സുലഭമാണ്. മലയാളി ഇല്ല, ബംഗാളി മാത്രമേ ഞങ്ങളുടെ നാട്ടിലുള്ളൂ. 800 രൂപ അവന് കൊടുക്കും. രാവിലെ 9 to 5 അല്ലേ? ഉച്ചയ്ക്ക് അവൻ പോയാൽ എത്ര രൂപ കൊടുക്കും? 400 രൂപ കൊടുക്കും. 11 മണിക്ക് പോയാൽ 250 200 കൊടുത്ത് അവൻ ഒഴിവാക്കും. നമ്മുടെ മാത്തമാറ്റിക്സ് അങ്ങനെയാണ് അല്ലേ? കർത്താവ് 3 മണിക്കും 6 മണിക്കും 9 മണിക്കും 12 മണിക്കും എല്ലാം തോട്ടത്തിൽ പോയി പണി ചെയ്യാൻ പറഞ്ഞു. കൂലി എങ്ങനെയാ കൊടുത്തത്? എങ്ങനെ കൊടുത്തു? ഒരേ കൂലി കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? കണക്കറിയാമോ കർത്താവിന് കണക്കറിയാമോ? ഇല്ല. പിതാക്കന്മാർ ഈ ഭാഗത്തെ പറ്റി പറയുന്നത് അനുതാപബോധം എന്നാ പറയുന്നത്. നിനക്ക് ഏതെങ്കിലും സമയത്തൊന്ന് ഗതി ഉണ്ടായാൽ മതി, ഒരു അനുതാപം ഉണ്ടായാൽ രക്ഷപ്പെടുമെന്നാ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും സമയത്ത് നിനക്കൊരു അനുതാപം ഉണ്ടായാൽ രക്ഷപ്പെടുമെന്നാ പറയുന്നത്. പിതാക്കന്മാരുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. പക്ഷേ കണക്കറിയാൻ വയ്യാത്തൊരു കർത്താവ്, 100 ആടുള്ളൊരു മനുഷ്യനെ 1 നഷ്ടപ്പെട്ടു, 99 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മുടെ അമ്മച്ചിമാര് പണ്ട് കോഴി അടവെക്കും ഇല്ലേ? മക്കളെ, കോഴി അടവെക്കുന്ന അറിയാമോ? ഇന്നലെ ഒരാൾ പറഞ്ഞു, ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, വീട്ടിൽ ഞങ്ങളുടെ മമ്മി വാഴയിലേക്കകത്ത് തേങ്ങാപ്പീര വെച്ചുണ്ടാക്കുന്ന അടയാന്ന്. പിള്ളേർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അട വെക്കുക എന്ന് പറഞ്ഞാൽ കോഴി അട വെക്കുക. നിങ്ങൾ കണ്ടുണ്ടോ? ഉണ്ട്. കോഴി അട വെക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് അറിയാം അല്ലേ? മാനം കാണാതെ ഒറ്റ സംഖ്യയിലെടുക്കുന്ന മുട്ട ഒരു പാത്രത്തിൽ, ഒരു ചട്ടിയിൽ അടിയിൽ ഇരുമ്പൊക്കെ വെച്ച് മണ്ടയ്ക്ക് ചകിരിയോ അല്ലെങ്കിൽ കച്ചിയോ അല്ലെങ്കിൽ ഉമിയോ ഇട്ട് അത് ലെവൽ ചെയ്ത് അടുപ്പിലെ കരിക്കട്ട കൊണ്ട് ഓരോ മുട്ടയിലും ഭസ്മോദാബോ അല്ലേ? അമ്മച്ചി ഓരോ കുരിശൊക്കെ വരയ്ക്കും. അമ്മച്ചി അച്ഛനാവും. ഓരോ കുരിശൊക്കെ വരച്ച് അമ്മച്ചി ഇങ്ങനെ 23 അല്ലെങ്കിൽ 25 ഒറ്റ സംഖ്യ വരുന്ന അങ്ങനെ അട വെച്ച് കഴിഞ്ഞിട്ട് കോഴിയെ പിടിച്ച് മണ്ടക്കിരുത്തും. ഇരുത്തും. ഇരുത്തി കഴിഞ്ഞിട്ട് ഈ അമ്മച്ചി ഒരു പ്രഖ്യാപനം നടത്തും. എന്താ? എന്റെ പുണ്യാളച്ച, 23 കോഴിക്കുഞ്ഞിനെയും കാക്കക്കേടും പരുന്നും കേടും കൂടാതെ കിട്ടിയാൽ ഒന്നിനെ ആർക്ക് തരാം? പുണ്യാളച്ചന് തരാം. ഞാൻ ചിന്തിക്കുന്നതേ, ഇനി 23 കോഴിയെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ആർക്കാ? പുണ്യാളച്ചനാ. മനസ്സിലായോ? ഒരെണ്ണം പോയാൽ ആർക്ക് കോഴി പോയി? പുണ്യാളച്ചന് കോഴി പോയി. നമ്മുടെ പഴയ മനുഷ്യന്റെ ഒരാത്മീയത അതവിടെ നിൽക്കട്ടെ, അതിനകത്തൊരു വിശുദ്ധിയുണ്ട്, പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, 99 ആടിൽ 1 പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? 99 എണ്ണത്തിൽ ഒന്നല്ല പോയുള്ളൂ, ബാക്കി 99 ലാഭമാണ് എന്ന് പറഞ്ഞാൽ 60 എണ്ണം എനിക്ക് മുതലാകും, 39 എണ്ണം എനിക്ക് ലാഭമാകുമെന്ന് കാണുന്ന ഒരു മനുഷ്യ സമൂഹത്തോട് ക്രിസ്തു പറയുകയാണ്, ഒന്നിനെ അന്വേഷിച്ച് വന്നു. ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ പരപ്പിൽ ഇന്ന് ജീവിക്കുമ്പോ എന്നെ നിന്നെയും തപ്പി വന്ന ഒരു ക്രിസ്തു ഉണ്ട്. ആ ഒന്നാരാണ്? ഞാനും നീയുമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒന്ന് ഞാനും നീയുമാണ്. അതുകൊണ്ട് ഓർമ്മയില്ലാത്തൊരു കർത്താവും കണക്കറിയാൻ വയ്യാത്തൊരു കർത്താവും ഉള്ളത് കൊണ്ട് ഞാനും നീയും ഒക്കെ ഇന്ന് ഭൂമിയിൽ ഇങ്ങനെ ഞെളിഞ്ഞ് ജീവിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമിയിൽ ഇങ്ങനെ ഞെളിഞ്ഞ് ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെ പറ്റി പറയുന്നത് അവൻ എന്നും യുവാവായിരിക്കും. അവൻ ഈ ലോകത്തിൽ ഒന്നിനെയും പേടിയില്ല. നമ്മൾ വലിയ പാട്ട് പാടുമല്ലോ, കഷ്ടങ്ങൾ, കണ്ണുനീർ, ചങ്കത്ത് വെച്ച് പറയാൻ പറ്റുമോ? ചങ്കത്ത് വെച്ച് പറയാൻ പറ്റുമോ? നമ്മൾ വലിയ വിപ്ലവങ്ങളാണ് പറയുന്നത്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല അല്ലേ? പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം
പുഷ്പഗിരി പോയിരിക്കുക മണിക്കൂറുകളോളം, ഹാർട്ട് പേഷ്യന്റ് നോക്കാതിരിക്കുക, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കുക്കർ, ഷുഗർ എല്ലാം ഉണ്ട് അല്ലേ, എല്ലാം ജീവിതത്തിലുണ്ട്. പക്ഷേ ഇങ്ങനെ കെട്ടിപ്പിടി ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവന്റെ ജീവിതം എന്ന് പറയുന്നത് നിത്യ വസന്തമാണ്, നിത്യ യൗവനമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഭക്ഷിക്കുകയും ക്രിസ്തുവിനെ അറിയുകയും ചെയ്യുന്നവൻ യൗവനത്തിന് ഉടമസ്ഥകളാകും എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.